നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പലരോടുമായി ഇടപെടാറുണ്ട്. പല ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ നാം നടത്താറുണ്ട്. ചിലരൊക്കെ ആത്മാർത്ഥമായി പലരോടും സംസാരിക്കാറുണ്ട്, നമ്മോട് ബന്ധപ്പെടുന്ന വ്യക്തിജീവിതങ്ങളോട് ഇടപെടാറുണ്ട്. എന്നാൽ മനസ്സിൽ ഒന്ന് കരുതിക്കൊണ്ട് മറ്റൊരു നിലവാരത്തിൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നമ്മെ ആശ്രയിക്കുകയും നമ്മുടെ അടുക്കൽ കടന്നു വരികയും തങ്ങളുടെ ആ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹത്തെ നമ്മിലേക്ക് പകരുകയും ചെയ്യുന്നത് നാം പലയിടങ്ങളിലായി പലപ്പോഴായി കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഒരു പക്ഷേ അവരങ്ങനെയാണ്, അല്ലെങ്കിൽ അവരിലൂടെ ഇപ്പോൾ അവർ ചെയ്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ നമ്മിലേക്ക് പകരുന്നത് അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധമാണ് എന്നൊക്കെ നാം തിരിച്ചറിയുന്നുവെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്റെ ഉള്ളിൽ ദൈവം പകർന്നു നൽകിയ ആ സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെയാണ് നീ അവരിലേക്ക് കൈമാറുന്നതെങ്കിൽ നിന്റെ മുൻപിൽ അഭിനയിക്കുന്നവരോട് നീ തിരിച്ചഭിനയിക്കുകയല്ല വേണ്ടുന്നത്. പിന്നെയോ ആത്മാർത്ഥമായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്നേഹത്തെ നീ അവരിലേക്ക് പകർന്നു കൊടുക്കുക. നിന്റെ ആ സ്നേഹവും ആ പെരുമാറ്റവും കൊണ്ട് ഒരുപക്ഷെ നിന്റെ മുൻപിൽ അഭിനയിക്കുന്ന വ്യക്തിജീവിതങ്ങളെ നിനക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അവർക്ക് വേണ്ടി ആ ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തെയും നിന്റെ വാക്കുകൾ കൊണ്ട്, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിനക്ക് മാറ്റിയെടുക്കുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സുവിശേഷം. കാരണം ഒരു വ്യക്തിയെ നന്മയിലേക്ക് വഴിതിരിച്ചു വിടുവാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന് സാധിക്കും. പക്ഷെ നിന്റെ അധരം തുറക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ദൈവത്തിന് അവിടെ പ്രവൃത്തി തികയ്ക്കുവാൻ എളുപ്പം കഴിയുമെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. അഭിനയിക്കട്ടെ, അഭിനയിക്കുന്നവർ അഭിനയിക്കട്ടെ. നിന്റെ നേർക്ക് കാര്യസാധ്യത്തിന് കടന്നു വരുന്നവർ കടന്നു വരട്ടെ. നിനക്ക് കഴിയുമെങ്കിൽ നീ അത് ചെയ്തു കൊടുക്കുക. ഒന്നു മാത്രം നീ ഓർക്കുക, അവരുടെ ഉള്ളത്തിൽ ഇല്ലാത്തതും നിന്റെ ഉള്ളത്തിലുള്ളതുമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി, ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ ദൈവസ്നേഹം സ്പർദ്ധിക്കാത്തതും ആ ദൈവസ്നേഹത്തിലൂടെ കരുണ പകർന്നു കൊടുക്കാൻ കഴിയുന്നതും ദൈവസ്നേഹം തന്നെയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മൂല്യമേറിയതുമെന്നുള്ള വസ്തുത നീ പഠിച്ചിട്ടുണ്ട്, നിനക്കറിയുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് പകർന്നു കൊടുക്കാം യഥാർത്ഥ ദൈവീക സ്നേഹം. പലരെയും ദൈവിക സ്നേഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ ഉള്ളിൽ നിന്ന് ഗമിക്കുന്ന ദൈവസ്നേഹത്തിന് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുക. ഇന്നു മുതൽ നിന്റെ നാവിലൂടെ ചലിക്കുന്ന വാക്കുകൾക്ക്, നിന്റെ നോട്ടങ്ങൾക്ക് മറ്റുള്ളവരെ മാറ്റാൻ പ്രാപ്തിയുണ്ടായതായി തീരട്ടെ. അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളുടെ മുൻപിൽ കടന്നു വരുന്ന വ്യക്തിജീവിതത്തെ എൻ്റെ കർത്താവ് തൊടുവാൻ തക്കവണ്ണം എൻ്റെ ഉള്ളിൽ നിന്ന്, കർത്താവെ, എന്നിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ദൈവം കർത്താവിൻ്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവരുന്ന നിലവാരത്തിൽ ഒരത്ഭുതത്തെ അവരുടെ മേൽ ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ താഴുമ്പോൾ ദൈവം അത്തരത്തിൽ അത്ഭുതങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരണമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. കേൾക്കുന്ന ജനത്തെ നീ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.